സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ? ക്ഷേത്രങ്ങളിൽ നാളികേരം ഉടക്കാറുണ്ട്. പല ആൾക്കാരും പല തരത്തിലാണ് ഉടക്കാറ്, അബദ്ധമാണ് ചെയ്യാറ്. അപ്പോൾ ഈ നാളികേരം ഉടക്കുന്നത് എങ്ങനെയാണ്? എന്തിനാണ് നാളികേരം ഉടക്കേണ്ടത്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ആധ്യാത്മികം എന്ന് പറയുന്ന കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മയിൽ സംശയ നിവാരണം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അതിൽ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അവിടെ എന്ത് സംശയമാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം കൊടുക്കാൻ നിരവധി ആചാര്യന്മാരും ഉണ്ട്. അപ്പോൾ അവിടെ വന്നൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നാളികേരം ഉടക്കുന്ന ആൾക്കാർ എന്തിനാണ് അത് ഉടക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഉടക്കുന്നത്, ഒന്ന്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവൻ്റെ അഹങ്കാരമാണ്, ഞാനെന്ന ഭാവം. അതുകൊണ്ട് തന്നെയാണ് അവൻ എല്ലാത്തിലും പരാജയപ്പെടുകയും അവന് ദുരിതങ്ങൾ പോലും പലതും ഉണ്ടാകുന്നത് ഞാനെന്ന ഭാവമാണ്. ഞാനെന്ന ഭാവം ഉണ്ടാകുമ്പോൾ എൻ്റെ നാക്കുകൊണ്ട് സംസാരിക്കുമ്പോൾ, അഹങ്കാരത്തോടു കൂടി സംസാരിക്കുമ്പോൾ എല്ലാവരും ശത്രുക്കളാക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ദോഷം ചെയ്യും. അപ്പോൾ ആ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി നമുക്ക് നാളികേരം ഉടക്കാം. പക്ഷേ ഈ ചിന്ത വേണം നമുക്ക്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന രോഗങ്ങളും ദുരിതങ്ങളും, രോഗങ്ങൾ, കഷ്ടപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകൾ, മാനസിക പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ദുരിതമാണ്. അപ്പോൾ ഈ ദുരിതങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നാളികേരം ഉടക്കും. ഈ നാളികേരം ഉടക്കുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധം? ഇതെന്തിനാ നാളികേരം തന്നെ ഉടക്കുന്നത്? മറ്റെന്തെങ്കിലും ഉടച്ചാൽ പോരെ? അല്ലെങ്കിൽ അങ്ങനെ ഉടക്കണമെന്നുണ്ടോ? ഇതും അതുമായിട്ട് എന്താ ഇതിനുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ കാരണം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഈ നാളികേരത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രശ്നങ്ങൾ അത്ര കടുപ്പമുള്ളതായത് കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യും. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റാത്തത്ര, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്ര കടുപ്പമുള്ളതാണ് നമ്മുടെ പ്രയാസങ്ങൾ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനം എന്താണ്? നാളികേരം. നാളികേരത്തിൻ്റെ പുറന്തോട് എങ്ങനെയാണ്? കടുപ്പമുള്ളതാണ്. നമ്മുടെ പ്രയാസം പോലെ തന്നെ കടുപ്പമുള്ളതാണ്. നമ്മുടെ ദുരിതം പോലെ തന്നെ കടുപ്പമുള്ളതാണ്. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തോണ്ട് ദൈവത്തിനടുത്ത് പോകുന്നു. ഈ നാളികേരം നമുക്ക് കൈകൊണ്ട് പിടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് അത്രയും കടുപ്പമുള്ളതാണ്. ആ നാളികേരത്തിൻ്റെ പുറന്തോട് പോലെ തന്നെയാണ് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും രോഗങ്ങളും എല്ലാം അതുപോലെയാണ്. അപ്പോൾ ഈ നാളികേരത്തിനെ നമ്മൾ നമ്മുടെ വിഷയമായി, നമ്മുടെ പ്രശ്നമായി കണക്കാക്കണം, അതിൻ്റെ പുറന്തോടിനെ. ഇനി എന്താണ്? ഇതാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇത് ഭഗവാന് നമ്മൾ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉള്ളിലൊരു വസ്തു, നാളികേരത്തിൻ്റെ പുറന്തോട് മാത്രമേ ആയിട്ടുള്ളൂ, നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നാളികേരത്തിന് അത് മാത്രമല്ല ഗുണം കേട്ടോ. നാളികേരത്തിൻ്റെ ഉള്ളിൽ നല്ല മധുരമുള്ള തേങ്ങ പൂള് നമുക്ക് തിന്നാൻ പറ്റുന്ന തേങ്ങയുണ്ടല്ലോ, അതുണ്ട്. ആ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയാണ്, നമ്മുടെ നല്ല മനസ്സാണ്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ മനസ്സാണ്. മനസ്സോടുകൂടി ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാന്ന് പറയല്ല, അതുപോലെ നമ്മുടെ ശ്രദ്ധയാണത്. അതിൻ്റെ ഉള്ളിൽ മധുരമൂർന്ന പരിശുദ്ധമായിട്ടുള്ള തെളിനീരുണ്ട്, തേങ്ങയുടെ വെള്ളം. ഇത് നമ്മുടെ ഭക്തിയാണ്. അപ്പോൾ നല്ല ഭക്തിയോടുകൂടി, മധുരമുള്ള ഭക്തിയോടുകൂടി, നല്ല ശ്രദ്ധയോടുകൂടി നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം തന്നെ നമ്മൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായി? ആ സമർപ്പിക്കുന്ന അവസരത്തിൽ ഭഗവാൻ, താൻ പാതി ദൈവം പാതി എന്നില്ല, അപ്പോൾ നമ്മുടെ പാതി നമ്മളവിടെ സമർപ്പിച്ച് ബാക്കി ഭഗവാൻ ചെയ്തോളും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വം. എന്നാൽ അതിന് പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ നാളികേരം ഉടക്കാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ പഴയ പോലെയല്ല, ഇന്ന് അന്തരീക്ഷം മൊത്തമായിട്ട് മാറി. എന്താ? പണ്ട് കാലങ്ങളിൽ ഒരു സ്ഥലത്ത് ഈ നാളികേരം ഉടക്കാനായിട്ടൊരു കല്ല് വെച്ചിട്ടുണ്ടാവും, അത് പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ടാവും. ആ നാളികേരം നമ്മളെ മൊത്തമായിട്ടൊന്ന് ഒഴിഞ്ഞ്, നമ്മുടെ ദുരിതങ്ങളെല്ലാം പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മൊത്തമായിട്ട് ഒഴിഞ്ഞ് ഇതെല്ലാക്കി 7 തവണ ഒഴിയും. ചില ആൾക്കാർ മുഖം മാത്രം ഒഴിയുക, അതല്ല, നമ്മുടെ ശരീരം ആസകലം ഒഴിയണമെന്ന് പറഞ്ഞു. നമ്മളെ ബാധിച്ചിട്ടുള്ള സകല ദുരിതവും പോകാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ അവിടെ സമർപ്പിക്കുന്നത്. അപ്പോൾ
നമ്മൾ ആ ദേവനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ കടുപ്പമുള്ള പുറന്തോടായിട്ടുള്ള ഇത്രയും ദുരിതമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കുള്ളത്, ഇതെല്ലാം മാറ്റിത്തരണേ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ഭക്തി നല്ല മനസ്സോടുകൂടി ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു എന്ന ചിന്തയിൽ ഇത് നമ്മൾ അങ്ങോട്ട് എറിയും. പണ്ട് കാലങ്ങളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടും, പൊട്ടാതിരിക്കും. അന്നും അതെ ഇന്നും അതെ. അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാണോ ഉള്ളത് ആ നാളികേരം അവർ പൊറുക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുക. അവിടെ ഉള്ള നാട്ടുകാരായ ആൾക്കാർ, സമീപവാസികളായ ആൾക്കാർ കൊണ്ടുപോകും. ഇപ്പം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്. അവിടെ പണ്ട് അങ്ങനത്തെയായിരുന്നു. അത് ഇതൊക്കെ കുറേ കുട്ടികൾ അവിടെ വന്നിക്കും, ആ കുട്ടികൾ അതെല്ലാം പൊറുക്കിയിട്ട് അങ്ങ് കൊണ്ടുപോവാണ് ചെയ്യുക. ശബരിമലക്ക് മാലയിടുന്ന അവസരത്തിലൊക്കെ അവിടെ നാളികേരം ഉടക്കാൻ വേണ്ടി നിത്യേന നിരവധി ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ നാട്ടുകാരായ ആൾക്കാർ, സമീപവാസികൾ പൊറുക്കിക്കൊണ്ട് പോകും. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു തരി കഷ്ണം പോലും ഒരാളും കൊണ്ടുപോകാൻ പാടില്ല എന്ന് കരുതി. കാരണം ഇതെന്താ കൊപ്രയാക്കിയിട്ട് എണ്ണയാട്ടിയിട്ട് ഉപയോഗിക്കുക, വരുമാനം വേണ്ട ദിവസത്തിന്. അവരതിൻ്റെ മുകളിൽ ഒരു കമ്പി വലയിട്ടു ഒരാൾക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് പറയും അത് മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് എറിയുമ്പോൾ. അവരങ്ങോട്ട് മാറിയുന്ന പ്രശ്നം തീർന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇത് ചിലപ്പോൾ കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് പോകും. കാക്കി ഇവിടുത്തെ ജീവജാലം തന്നെ അല്ലേ, പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ, അവർക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേറൊരു വിഷമം അറിയാം. ചില ആൾക്കാർ ഈ നാളികേരം ഇങ്ങനെ ഇപ്പം ശബരിമലക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഓം ഗണപതേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ എന്ന് വിളിച്ചിട്ട് ചില ആൾക്കാർ നാളികേരം ഉടക്കും. ചിലപ്പോൾ അവർ കല്ലിന് സൈഡ് കൊണ്ടുപോയി അങ്ങോട്ട് പോകും, പൊട്ടില്ല. ഈ പൊട്ടാതിരിക്കുമ്പോൾ അവർക്ക് ആകെ മനസ്സിന് വിഷമമായി, അവരിങ്ങനെ സങ്കടപ്പെടും. ഈ എൻ്റെ ഭഗവാനെ, ഞാൻ ഇത്തിരി ഇതായിട്ട് അവൻ്റെ ഈ നാളികേരം പൊട്ടിയില്ലല്ലോ, എൻ്റെ ദുരിതം തീർന്നിട്ടില്ലേ എന്നവർ സംശയിക്കും. അപ്പോൾ അവരെന്ത് പോയിട്ട് വീണ്ടും ഒരാൾ പറയുന്നപ്പോൾ ഒരു കഞ്ഞി ഒന്നുകൂടി എടുത്തിട്ട് അടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവർ വീണ്ടും ഒന്നുകൂടി എടുത്തിട്ട് അടിക്കും. പക്ഷേ ഈ കമ്പി വലയിട്ടുകൊണ്ട് അത് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. അതിനുള്ള കൈയിടാൻ പോലും പറ്റും, അതിൻ്റെ അടുത്ത് തലയിടാൻ ഒന്നും പറ്റില്ല. പിന്നെ എങ്ങനെ ഇതെടുക്കുക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാളികേരം നിങ്ങൾ എറിഞ്ഞ് ഉടയ്ക്കുമ്പോൾ പൊട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നമില്ല. കാരണം എന്താ? നിങ്ങൾ ഭക്തിയോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ദുരിതങ്ങൾ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. ആ ദുരിതങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് പൊട്ടോ പൊട്ടാതിരിക്കോ ഒന്നുമില്ല. നിങ്ങൾ ഭഗവാൻ ആ കാട് ഭഗവാന് വേണ്ടി അത് സമർപ്പിച്ചു, അത് ഭഗവാനാണ് തീർത്തേണ്ടത്. ഇതിന് ശക്തി കുറവുള്ള ഒരാളാണ് കിട്ടും, സാധാരണ ശക്തി കുറവുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളാണ് എറിയുന്നെങ്കിൽ അത് പൊട്ടുവോ? പൊട്ടില്ല. അതുകൊണ്ട് അവരുടെ ദുരിതം മാറിയിട്ടില്ല എന്നാ അല്ല. ഇനി മാത്രമല്ല, ഈ തേങ്ങ തന്നെ നീളത്തിലുള്ള തേങ്ങയുണ്ട്. നീളത്തിലുള്ള തേങ്ങേൻ്റെ ആ മൊനയുള്ള ഭാഗം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടില്ല. ഇന്ന് പത്ര എറിഞ്ഞാലും ഉരുണ്ട തേങ്ങയാണെങ്കിൽ വീഴുമ്പോൾ തന്നെ ചിലപ്പം പൊട്ടും. അപ്പോൾ നീളത്തിലുള്ള ദീർഘവൃത്തത്തിലുള്ള തേങ്ങയുണ്ടാവും, ഓവൽ ഷേപ്പുള്ളത്, അത് പൊട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ശബരിമലക്ക് തന്നെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ചെറിയ തേങ്ങയായിരിക്കുമല്ലോ ശബരിമലക്ക് കൊണ്ടുപോകുമ്പോൾ. അപ്പം ആ 18-ാം പടിയുടെ ഇരുവശങ്ങളിൽ നാളികേരം അടക്കുമ്പോൾ ഇവർ നാളികേരം എറിഞ്ഞു കഴിഞ്ഞാൽ ആ എറിഞ്ഞതിനേക്കാളും വേഗത്തിൽ തിരിച്ച് നമ്മുടെ നേർക്ക് തന്നെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പൊട്ടാതെ. കാരണം ചെറുതായിരിക്കും, ദീർഘവൃത്താകൃതിയിലുള്ളതായിരിക്കും, അത് പൊട്ടണമെന്നില്ല. അപ്പോൾ അത് പൊട്ടിയിട്ടില്ലല്ലോ എന്ന് കരഞ്ഞ് നമ്മൾ കരയേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അത് പൊട്ടണമെന്നില്ല. പക്ഷെ എന്താ, നമ്മൾ സമർപ്പിച്ച് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറ്റിത്തരാൻ വേണ്ടി ഭക്തിയോടുകൂടി ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു, അത് അവിടെ തീർന്നു. പിന്നെ അതിൻ്റെ പേര് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നമുക്ക് രണ്ടാമതെടുത്ത് അടിക്കാൻ പറ്റിയിട്ടല്ലോ. കാരണം ചില ആൾക്കാർ പറയും നിങ്ങളുടെ ദുരിതം മാറിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ദുരിതം മാറ്റില്ലെങ്കിൽ ഒരു തേങ്ങ കൂടി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുമോ? ചിലപ്പോൾ വേറെ തേങ്ങ കൂടി അവിടെ നിന്ന് വാങ്ങിച്ചറിയുമ്പോൾ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടോ, അന്ന് ദുരിതം മാറിയെന്നാണോ? നമ്മൾ മാറിയോ മാറിയില്ലോ എന്നല്ല, ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗുണം കിട്ടും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് പരിഹാരമാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ പോകുന്നത്. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകും. നാളികേരം പൊട്ടിയാലും വേണ്ടില്ല, പൊട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിൻ്റെ പേരിൽ ഇനി ഒരു കുട്ടികളും ഒരമ്മമാരും ഒരു സഹോദരന്മാരും ഒരു രക്ഷിതാക്കളും കരയേണ്ടതില്ല. ഭക്തിയോടെ ശ്രദ്ധയോടെ അതിൻ്റെ ഉള്ളിലെ നാളികേരത്തിൻ്റെ ഉള്ളിലെ ആ പരിശുദ്ധമായ ആ തെളിനീരായിട്ടുള്ള ആ തേൻ തുള്ളികൾ പോലത്തെ വെള്ളവും അതിനകത്തുള്ള കായും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഭക്തിയും ശ്രദ്ധയും. അതിൻ്റെ കടുപ്പമുള്ള പുറന്തോട് നമ്മുടെ പ്രശ്നങ്ങളാണ്. അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷമവും നമുക്കുണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.